അപ്പം ഇന്ന് എൻ്റെ 6-ാം മാസത്തെ ചെക്കപ്പിന് കൊണ്ട ദിവസം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് അപ്പോൾ ഞാൻ ഫയലിൽ ആവശ്യമില്ലാത്തതൊക്കെ മാറ്റി വെക്കാം കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തും വെക്കുകയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഏട്ടനില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോകണം. നമ്മുടെ സ്റ്റോപ്പ് ആകുമ്പോഴേക്കും ചേച്ചി കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യൂബറിന് ഞാൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. പിന്നെ കറക്റ്റ് ഉച്ച സമയമായപ്പോഴേക്കാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഊണ് കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയും പിന്നെ ഞണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ചോറ് കഴിക്കാനായിട്ട് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടിരിക്കുന്നത്. എനിക്ക് ഉച്ച സമയത്ത് ഇവിടെ ഇരുന്ന് ഊണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല കാറ്റുണ്ടാവട്ടെ, നല്ല പടിഞ്ഞാറൻ കാറ്റ് നമുക്ക് നന്നായിട്ട് ബാക്ക് സൈഡിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിലാണ് ഞാൻ കൂടുതൽ സമയം ഉച്ച സമയത്ത് ഇരിക്കാറ് ചെന്ന് കഴിഞ്ഞപ്പോൾ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഇപ്പോൾ ചേച്ചിയുടെ ഡ്രസ്സാട്ടോ, ഭയങ്കര ലൂസായിട്ടുള്ളത്. അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഐസ്ക്രീം അമ്മ വാങ്ങിക്കൊണ്ട് വന്നിട്ടോ. അപ്പം ഞാനത് മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം എപ്പോഴേക്കും ഒരു ചായയും കുടിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് തോടും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ആസ്വദിച്ച് പല്ലൊക്കെ തേച്ച് നടന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ വരുമ്പോൾ ഞാൻ ഇതുപോലെ കുറേ നേരം നടന്ന് ആസ്വദിച്ചിട്ടൊക്കെയാണ് ഞാൻ പല്ലൊക്കെ തേക്കുന്നത്. അതുപോലെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പൊന്നന് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പൊന്നൻ രാവിലെ നേരത്തെ എണീറ്റ് പിന്നെ പറമ്പിലും എല്ലായിടത്തും നടക്കലാണ് പൊന്നിൻ്റെ പണി. കുറച്ച് നേരം എൻ്റെ മടി കയറി ഇരുന്ന് അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഇറങ്ങിപ്പോയി. ഞാൻ അതിൻ്റെ ഇടയിൽ ചായ കുടിച്ചു. അതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലിയും ചട്നിയും കൂടി കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈ.